നമസ്കാരം. ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഒട്ടും കുറവല്ല ആമസോണിന്റെ സമീപനങ്ങളെന്നും വ്യക്തമാകുന്നു. ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധതയെ അതേപടി ആമസോണും പകർത്തുകയാണ്. ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് പേരെ വഴിയിലിറക്കി വിട്ടുകൊണ്ടാണ് ആമസോണിന്റെ അധികൃതരുടെ പുതിയ നയം നടപ്പാക്കൽ. ട്രംപ് ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാർക്കെതിരാണെങ്കിൽ ആമസോൺ ഇന്ത്യൻ ജീവനക്കാർക്കെതിരെയാണ്. പക്ഷേ ഇന്ത്യ എന്ന വിശാലമായ ഓൺലൈൻ ബൈയിങ് മാർക്കറ്റ് അവർക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. ആമസോണിന്റെ ഓൺലൈൻ ഉപഭോക്താക്കളിൽ മുന്തിയ പങ്കും ഇന്ത്യക്കാരാണുള്ളത്. ഇന്ത്യ ഓൺലൈൻ വാങ്ങൽ നിർത്തിയാൽ ആമസോണിന്റെ അടിത്തറ തകരാറാകും. ഇന്ത്യ അത് ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഇന്ത്യൻ ജീവനക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്. എന്തായാലും ചെലവ് ചുരുക്കന്റെ ഭാഗമായാണ് കൂട്ടപ്പിരിച്ചുവിടലെന്നാണ് റിപ്പോർട്ട്. ഇത് ഇന്ത്യക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ആമസോണിനെ സംബന്ധിച്ച് ആഗോള തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ പിരിച്ചുവിടൽ ബാധിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ എത്രത്തോളം ആളുകളെ ഇത് ബാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. കൂട്ടപ്പിരിച്ചുവിടലിന്റെ ഭാഗമായി ആമസോൺ ഇന്ത്യയിലെ 900 ജീവനക്കാർ മുതൽ 1100 ജീവനക്കാർക്ക് വരെ ജോലി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട്. ആഗോള തലത്തിൽ ആമസോൺ വെട്ടിച്ചുരുക്കുക 30,000 തസ്തികകളാണ്. അതായത് 2022 ഏകദേശം 27,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ വെട്ടിച്ചുരുക്കൽ കൂടിയാണിത്. CEO ആൻഡി ജാസിയുടെ ചെലവ് ചുരുക്കൽ നയങ്ങളുടെ ഭാഗമായാണ് പുതിയ ഈ നീക്കം ഉണ്ടാകുന്നത്. ആഗോളതലത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ സർവീസ്, ആമസോൺ വെബ് സർവീസ് ഉൾപ്പെടെയുള്ള നിരവധി വിഭാഗങ്ങളെ ഈ പിരിച്ചുവിടൽ ബാധിക്കും. പിരിച്ചുവിടൽ സംബന്ധിച്ച തീരുമാനം ജീവനക്കാരെ അറിയിക്കാൻ അതത് ടീമുകളിലെ മാനേജർമാർക്ക് ഈ ആഴ്ചയുടെ ആദ്യം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. 2023 ആമസോൺ ഇന്ത്യയിലെ 500ഓളം ജീവനക്കാരെ ഒഴിവാക്കിയിരുന്നു. ആഗോളതലത്തിൽ 9,000 ജീവനക്കാരെ കുറച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ പിരിച്ചുവിടൽ നടന്നത്. പിരിച്ചുവിടലുകൾക്കിടയിലും ആമസോണിനെ സംബന്ധിച്ച് ഇന്ത്യ തന്ത്രപ്രധാനമായ വിപണി കൂടിയാണ്. ഡെലിവറി കൂടുതൽ വേഗത്തിലാക്കാൻ ഈ വർഷം ആദ്യം 2,000 കോടിയുടെ നിക്ഷേപം നടത്തി. വിപണി പിടിച്ചെടുക്കാൻ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമായ ആമസോൺ നൗവിനെ വികസിപ്പിക്കുവാനും തീരുമാനിച്ചിരുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്ന് ആമസോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ചെലവുകൾ കുറച്ച് ആമസോൺ ഇന്ത്യയുടെ ബിസിനസ് യൂണിറ്റുകൾക്ക് നഷ്ടം കുറച്ചിരിക്കുകയാണ്. ആമസോൺ സെല്ലർ സർവീസിന്റെ പ്രവർത്തന വരുമാനം 19% വർദ്ധിച്ച് 30,139 കോടിയായി. ആമസോൺ ട്രാൻസ്പോർട്ട് സർവീസ് 8% വളർച്ചയോടെ 5,284 കോടിയിലെത്തി. AI സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനനുസരിച്ച് ആഗോളതലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ വർദ്ധിക്കുകയാണ്. 200-ലധികം സ്ഥാപനങ്ങൾ ഏകദേശം 98,000 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൂടുതലായി ആശ്രയിച്ച് ചെലവ് ചുരുക്കാനാണ് കമ്പനിയുടെ ഈ നീക്കം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച